ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം തൃപ്തികരമെന്ന് ഹൈക്കോടതി. മാധ്യമങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് SIT കോടതിയിൽ. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ സംഘത്തിൽ ഉൾപ്പെടുത്തുന്നതിന് തടസ്സമില്ലെന്ന് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. അന്വേഷണം പൂർത്തിയാക്കാൻ 6 ആഴ്ചത്തെ സമയം കൂടി കോടതി അനുവദിച്ചു. PS പ്രശാന്തിന്റെ കാലത്തെ ഇടപാടുകളിലും SIT അന്വേഷണം തുടങ്ങി. സ്വർണ്ണക്കള്ളക്കേസിൽ ഇതുവരെ 181 പേരുടെ മൊഴി രേഖപ്പെടുത്തി. അന്വേഷണം എല്ലാ ദിശകളും പരിശോധിച്ച് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് കോടതി പറഞ്ഞു. അന്വേഷണ സംഘത്തിനുമേൽ മാധ്യമങ്ങൾ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് SIT കോടതിയിൽ പറഞ്ഞു. വിഷയത്തിൽ ഹൈക്കോടതി ആശങ്ക രേഖപ്പെടുത്തി. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ കുപ്രചാരണങ്ങൾ നടത്തുന്നത് നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കും. ഗൗരവതരമായ ഈ അന്വേഷണം മാധ്യമ വിചാരണയുടെ നിഴലിലല്ല നടക്കേണ്ടതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. സത്യസന്ധതയുള്ള ഉദ്യോഗസ്ഥരെ SIT സംഘത്തലവന് ഉൾപ്പെടുത്താം. പക്ഷേ അക്കാര്യം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തണം. ചെന്നൈ അടക്കമുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ നിർണായക തെളിവുകൾ കണ്ടെത്തിയ കാര്യവും SIT കോടതിയെ അറിയിച്ചു. അന്വേഷണത്തിന് 6 ആഴ്ച കൂടി സമയം നീട്ടി നൽകിയ കോടതി കേസ് അടുത്ത മാസം 19-ന് വീണ്ടും പരിഗണിക്കും. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യമില്ല. പ്രഥമ ദൃഷ്ട്യാ പ്രതികൾക്കെതിരായ കുറ്റം തെളിഞ്ഞെന്ന് സുപ്രീം കോടതി. കർശന ഉപാധികളോടെ കേസിലെ മറ്റ് 5 പ്രതികൾക്ക് ജാമ്യം നൽകി. 5 പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഇല്ലാതാക്കില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന്റെയും ഷർജിൽ ഇമാമിന്റെയും പങ്ക് തെളിയിക്കുന്ന മതിയായ തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ പ്രതികൾക്കെതിരെയുള്ള കുറ്റം നിലനിൽക്കുമെന്നും പ്രസ്താവിച്ചാണ് സുപ്രീം കോടതി ഇരുവരുടെയും ജാമ്യം നിഷേധിച്ചത്. കലാപം പെട്ടെന്നുണ്ടായ ഒന്നല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന ഒന്നാണെന്നും കോടതി നിരീക്ഷിച്ചു. UAPA നിയമപ്രകാരമുള്ള ജാമ്യ വ്യവസ്ഥകൾ മറികടക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ലെന്നും കോടതി വിധിയിലുണ്ട്. കേസിലെ മറ്റ് 5 പ്രതികളായ ഗൾഫിഷ ഫാത്തിമ, മീര ഹൈദർ, ഷിഫ ഉർ റഹ്മാൻ ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി കർശന ഉപാധികളാണ് ഏർപ്പെടുത്തിയത്. മുൻകൂർ അനുമതിയില്ലാതെ ഡൽഹി വിട്ട് പോകാൻ പാടില്ല. 2 ആൾജാമ്യവും 2 ലക്ഷം രൂപ വീതം ജാമ്യത്തുകയായി കെട്ടിവെക്കണം. വിചാരണ തീരും വരെ പരിപാടികളിലോ കൂട്ടായ്മകളിലോ പങ്കെടുക്കരുത് തുടങ്ങിയവയാണ് ഉപാധികൾ. വ്യവസ്ഥകൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. R. അച്യുതൻ, 24, ഡൽഹി. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാൻ കോൺഗ്രസ്. പാർട്ടിയിൽ അനൈക്യമെന്ന CPM പ്രചാരണത്തെ ടീം UDF എന്ന നിലയിൽ നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിന് മുൻപ് DCC KPCC സെക്രട്ടറി പുനഃസംഘടന വേണ്ട എന്ന് നേതൃത്വത്തിൽ ധാരണയായി. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾക്കായി സ്ക്രീനിംഗ് കമ്മിറ്റി ഈ മാസം 12-ന് കേരളത്തിലെത്തും. നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും ആത്മവിശ്വാസമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസ് ലക്ഷ്യ 2026 നേതൃസംഗമത്തിലെ തീരുമാനം. UDF വെറുമൊരു മുന്നണിയല്ല, അധികാരം പിടിക്കാൻ പോകുന്ന മുന്നണിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രഖ്യാപനം. ഇടതു നയങ്ങൾക്ക് ബദലായി പുതിയ നയങ്ങൾ ആവിഷ്കരിക്കും. പ്രായോഗികമില്ലാത്ത ഒരു വാഗ്ദാനവും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടതില്ലെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ 100-ലധികം സീറ്റോടുകൂടി UDFനെ കേരളത്തിൽ അധികാരത്തിലേറ്റും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടി പുനഃസംഘടന വേണ്ടെന്ന ധാരണയിലെത്തിയത്. പരിമിതികൾക്കിടയിലും മികച്ച വിജയം സമ്മാനിച്ച DC അധ്യക്ഷന്മാരെ മാറ്റിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നവരെ DC അധ്യക്ഷന്മാരുടെ മാറ്റമുണ്ടാകില്ല. പുതിയ KP സെക്രട്ടറിമാരുടെ നിയമനവും തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാകൂ. അതിപ്പോൾ അത്യാവശ്യമായ സംഘടനാ ശാക്തീകരണം ഉണ്ടാകും. കൂടുതൽ ആളുകൾക്ക് ചുമതല കൊടുത്ത് മുന്നോട്ട് പോകും. ഈ മാസം ആദ്യം തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടികളും കോൺഗ്രസിൽ ആരംഭിച്ചിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദന മിസ്ത്രി ഈ മാസം 13-14 തീയതികളിൽ കേരളത്തിലെത്തും. സിറ്റിംഗ് MLA അടങ്ങുന്ന പട്ടികയായിരിക്കും ആദ്യം പ്രഖ്യാപിക്കുക. നിലവിലുള്ള MLA-മാരിൽ സുൽത്താൻ ബത്തേരിയെ പ്രതികരിക്കുന്ന IC ബാലകൃഷ്ണൻ, തൃപ്പൂണിത്തുറ പ്രതികരിക്കുന്ന K. ബാബു എന്നിവർക്ക് സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല. പീഡന പരാതിയിൽപ്പെട്ട പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിക്ക് വീണ്ടും സീറ്റ് നൽകുന്ന കാര്യത്തിൽ തീരുമാനം വൈകാൻ സാധ്യതയുണ്ട്. പെരുമ്പാവൂർ കോതമംഗലം സീറ്റുകൾ വെച്ചുമാറുന്നത് കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നതാണ് വൈകാൻ കാരണം. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം R. ശ്രീജിത്ത്, 24.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് നേടുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണത്തിന് മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ബോംബ് പൊട്ടുമെന്ന് പണ്ട് പറഞ്ഞതുപോലെ 100 സീറ്റിലും പൊട്ടും. ഏത് ബോംബ് പൊട്ടിയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും MV ഗോവിന്ദൻ. അത് ബോംബ് പൊട്ടുന്നില്ല, പണ്ട് പറഞ്ഞില്ലേ, ആ പൊട്ടിയില്ലല്ലോ ഇതുവരെ. അതുപോലെ 100 പൊട്ടും കേട്ടോ. നല്ല ഒരു വിസ്മയം ഉണ്ടാകാൻ പോകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യവും ഈ കേരളത്തിൽ അധികാരത്തിൽ വരും. അതിൽ ഒരു സംശയവും വേണ്ട. ഏത് ബോംബ് പൊട്ടിയാലും അത് വരും. തെരഞ്ഞെടുപ്പുകളിൽ ടേം വ്യവസ്ഥ പാലിക്കാത്ത നേതാക്കൾക്കെതിരെ മുസ്ലിം ലീഗ് പ്രവർത്തക സമിതിയിൽ രൂക്ഷ വിമർശനം. സീറ്റ് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നവരെ ക്ലീൻ ബൗൾഡ് ആക്കണം. ടേം വ്യവസ്ഥ പാലിക്കുന്നതിൽ CPI മാതൃകയാക്കണമെന്നും ലീഗ് യോഗത്തിൽ ആവശ്യമുയർന്നു. കോഴിക്കോട് ചേർന്ന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിലാണ് സീറ്റും സ്ഥാനവും വിട്ടു നൽകാൻ മടിയുള്ളവർക്കെതിരെ വിമർശനമുയർന്നത്. താൻ തന്നെ തുടരുമെന്ന അഹങ്കാരം ആരും കൊണ്ടു നടക്കാൻ പാടില്ലെന്നും ഇത്തരക്കാരെ പാർട്ടി ക്ലീൻ ബൗൾഡ് ആക്കണമെന്നും മലപ്പുറത്ത് നിന്നുള്ള മുതിർന്ന നേതാവ് ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം മാതൃകയാക്കി പരമാവധി പുതുമുഖങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കണം. കുഞ്ഞാലിക്കുട്ടി ഒഴികെ മുഴുവൻ പേരും മാറട്ടെ എന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. ടേം വ്യവസ്ഥ പാലിക്കുന്നതിൽ CPIയെ മാതൃകയാക്കണം. 2ഉം 3ഉം ടേം പൂർത്തിയായവർ പുതുതലമുറയ്ക്ക് വഴിമാറിക്കൊടുക്കുന്നതാണ് നല്ലത്. കിട്ടുന്ന എല്ലാ സീറ്റിലും മുസ്ലിം ലീഗ് മത്സരിക്കുകയല്ല വേണ്ടത്. വിജയസാധ്യതയുള്ള സീറ്റിൽ മത്സരിക്കണം. കോൺഗ്രസിന് വിജയസാധ്യതയുള്ള സീറ്റുണ്ടെങ്കിൽ അത് ലീഗ് വിട്ടു നൽകണം. ലീഗിന് സാധ്യതയുള്ള സീറ്റ് കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുക്കണം. മുന്നണി വിപുലീകരിച്ചാൽ ഇനിയും ലീഗിന് സീറ്റ് കുറയുമെന്നും യോഗം ആശങ്ക പ്രകടിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് സജീവമായി ഇറങ്ങാനുള്ള മുന്നൊരുക്കം കൂടിയാണ് കോഴിക്കോട് പ്രവർത്തക സമിതിയിലൂടെ നടന്നത്. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര സാധ്യത തള്ളാതെ BJP നേതാവ് മുൻ ഗോവ ഗവർണറുമായ PS ശ്രീധരൻപിള്ള മുഴുവൻ സമയ അഭിഭാഷകനാകുമോ സ്ഥാനാർത്ഥിയാകുമോ എന്ന് വൈകാതെ അറിയാമെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിലായിരുന്നു പ്രതികരണം. മത്സരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഇപ്പോൾ ഗവർണർ സ്ഥാനം കഴിഞ്ഞു വന്നു. എൻ്റെ മുമ്പിൽ 2-3 ഓപ്ഷൻസ് ഉണ്ട്. അതിലേത് ഓപ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചിട്ടില്ല. കുറഞ്ഞ 1-2 ആഴ്ചക്കുള്ളിൽ ഞാനത് തീരുമാനിക്കും. ഞാൻ ഒരിക്കലും ഇന്ന് വരെ അധികാരം എൻ്റെ പാർട്ടിയിൽ നിന്ന്, എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിക്കുകയുമില്ല. തിരുവനന്തപുരം നേമത്ത് മത്സരിക്കാനില്ലെന്നോ ഉണ്ടെന്നോ സ്വന്തമായി പ്രഖ്യാപിക്കാൻ തനിക്ക് അവകാശമില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നേമത്ത് LDFന് ശക്തനായ സ്ഥാനാർത്ഥി ഉണ്ടാകും. മണ്ഡലം LDF നിലനിർത്തും. നേമത്തെ സ്ഥാനാർത്ഥിയെ പാർട്ടിയാണ് തീരുമാനിക്കുകയെന്നും മന്ത്രി തൃശ്ശൂരിൽ പറഞ്ഞു. അത് അല്ലാതെ നിയമത്ത് ഞാൻ ഇല്ലെന്നോ ഉണ്ടെന്നോ സ്വന്തമായി പ്രഖ്യാപിക്കാനുള്ള അവകാശം സംഘടനാപരമായും പാർട്ടിപരമായും എനിക്കില്ല. അത് തെറ്റായ ഒരു വാർത്ത അത് പറഞ്ഞതാണ്. ഞാൻ വീണ്ടും അത് എടുത്ത് ആ പറഞ്ഞ വാർത്ത ടെലിവിഷനിൽ വന്നത് റെക്കോർഡ് ചെയ്തെടുത്ത് നോക്കിയപ്പോൾ നേരിൽ കേൾക്കുമ്പോൾ അതിലൊരു പ്രശ്നം കാണുന്നില്ല. പക്ഷേ നിയമമെന്ന് പറഞ്ഞ ശേഷം നിർത്തിയ ശേഷം പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പാർട്ടിയാണ് അതിൽ നേമത്ത് മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. നേമത്ത് മാത്രമല്ല, കേരളത്തിൽ LDFും CPMും മത്സരിക്കുന്ന ഏത് മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയും CPMന്റെ സംസ്ഥാന കമ്മിറ്റിയുമാണ് തീരുമാനിക്കുന്നത്. മന്നം സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് അനുമതി നിഷേധിച്ചെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. NSS ആസ്ഥാനത്ത് ഹൃദ്യമായി സ്വീകരിച്ചു. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താനാകാത്തതിൽ ദുഃഖമുണ്ട്. NSSുമായി അഭിപ്രായ വ്യത്യാസമില്ല. വിവാദമുണ്ടാക്കുന്നതിൽ താല്പര്യമില്ലെന്നും CV ആനന്ദബോസ് പറഞ്ഞു. എൻ്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാക്കുന്നതിൽ എനിക്ക് താല്പര്യം. എനിക്ക് NSSനെ കുറിച്ചുള്ള പരാതിയൊന്നുമില്ല. ഞാൻ ചെന്ന വേളയിൽ എന്നെ വളരെ ഹൃദ്യമായി തന്നെ സ്വീകരിച്ചു. പുഷ്പാർച്ചന നടത്താനുള്ള അവസരം കിട്ടിയില്ല എന്നത് മാത്രമാണ് എൻ്റെ മനസ്സിന് ഒരു നൊമ്പരമുണ്ടാക്കിയത്. അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മലപ്പുറത്ത് 2 ഇടങ്ങളിലായി വിദ്യാർത്ഥികളെ കാണാനില്ല. മാന്തളം സ്വദേശി ആദിദേവിനെയും കീഴാട്ടൂർ സ്വദേശി ആദിനാഥിനെയുമാണ് കാണാതായത്. ഇരുവർക്കുമായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഗോകുൽ K വേണുഗോപാൽ വിവരങ്ങൾ നൽകും. മലപ്പുറത്തുനിന്ന് ഗോകുൽ, ഈ 2 കുട്ടികളെയും സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? പോലീസ് എന്താണ് പറയുന്നത്?
ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, CCTV കേന്ദ്രീകരിച്ച് 2 വിദ്യാർത്ഥികൾക്കുമായിട്ടുള്ള അന്വേഷണം 2 പോലീസ് സ്റ്റേഷനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. 10ാം ക്ലാസ്സുകാരനാണ് മാന്തളം സ്വദേശി ആദിദേവ്. ആദിദേവിനെ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കാണാതായത്. മുടി മുറിക്കാറുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ചങ്ങരംകുളത്തേക്ക് പോയ ആദിദേവ് പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല. ഇഷ്ട പച്ച കളർ ഷർട്ടും ഗ്രേ കളർ പാന്റുമായിരുന്നു ആദിദേവ് ധരിച്ചിരുന്നത്. ചങ്ങരംകുളം പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. നടന്ന് ചങ്ങരംകുളം നഗരത്തിലേക്ക് ആദിദേവ് പ്രവേശിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ കീഴാറ്റൂർ സ്വദേശിയായിട്ടുള്ള ആദിദേവിനെയും കാണാതായത് ഇന്നലെ തന്നെയാണ്. 14 വയസ്സാണ് ആദിദേവിന് പ്രായം. വട്ടപ്പറമ്പിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് ആദിനാഥ് ബസ് കയറിയിരുന്നു. AI ടൂൾ കിറ്റ് വാങ്ങി വരാമെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് ആദിനാഥ് പോയത്. പിന്നീട് ആദിനാഥിനെ പറ്റി വിവരമില്ലാത്തതിനെ തുടർന്ന് കോട്ടക്കൽ പോലീസിൽ ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. 2 കേസുകളിലും 2 വിഷയങ്ങളിലും 2 പോലീസ് സ്റ്റേഷനുകളിൽ FIR രജിസ്റ്റർ ചെയ്താണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. വിജയകുമാർ. മാന്തളം സ്വദേശി ആദിദേവ്, കീഴാറ്റൂർ സ്വദേശി ആദിനാഥ്, ഈ 2 കുട്ടികളെയാണ് കാണാതായത്. ഇരുവർക്കുമായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 2 കുട്ടികളുടെ ചിത്രങ്ങൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങളുടെ യാത്രകളിലോ മറ്റോ ഈ കുട്ടികളെ കാണുകയോ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതത് പോലീസ് സ്റ്റേഷനുകളിൽ ദയവായി അറിയിക്കുക. ആ കുട്ടികളെ നാട്ടുകാരും പോലീസും അവരുടെ ബന്ധുക്കളും ഒക്കെ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി തിരയുകയാണ്. മാന്തളം സ്വദേശി ആദിദേവും കീഴാറ്റൂർ സ്വദേശി ആദിനാഥും. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പുനർജനി പദ്ധതിയിൽ കൂടുതൽ പേർക്ക് കുരുക്കായി വിജിലൻസ് റിപ്പോർട്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന് പുറമെ മണപ്പാട് ഫൗണ്ടേഷനും CEOയ്ക്കുമെതിരെയും CBI അന്വേഷണം വേണമെന്നാണ് വിജിലൻസ് ശുപാർശ. ഇനി എത്ര അന്വേഷിച്ചാലും ഭയമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ് എന്നായിരുന്നു മണപ്പാട് ഫൗണ്ടേഷൻ CEO അമീർ അഹമ്മദിന്റെ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് VD സതീശനും മണപ്പാട്ട് ഫൗണ്ടേഷൻ CEO അമീർ അഹമ്മദും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ക്രമക്കേടെന്നായിരുന്നു വിജിലൻസിന് ലഭിച്ച പരാതി. മണപ്പാട്ട് ഫൗണ്ടേഷൻ ഇത്തരത്തിൽ വിദേശ ഫണ്ട് സ്വീകരിച്ചതിന്റെ രേഖകളോ റെക്കോർഡുകളോ സൂക്ഷിച്ചിട്ടില്ലെന്നും FCRA ചട്ടത്തിന്റെ ലംഘനമാണെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ പരിശോധിച്ചതിൽ അക്കൗണ്ടിലേക്ക് വന്ന പണവും അതിനായി നൽകിയ രേഖകളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉള്ളതായി വിജിലൻസ് കണ്ടെത്തി. എത്ര വേണമെങ്കിലും അന്വേഷിക്കട്ടെയെന്നും തനിക്കെതിരെ ഒരു തെളിവുമില്ലെന്നും VD സതീശൻ. ഇനി എന്നിട്ടൊന്നും പോരാ, അന്വേഷിക്കണമെങ്കിൽ അന്വേഷണമേ. ഞാൻ മുഖ്യമന്ത്രിയോട് അന്ന് വിജിലൻസ് അന്വേഷണം നടത്തിക്കോളാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്ത പോലെ ഇനി മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ ഗവൺമെന്റിനും ഇനി CPM-നും എന്നെ കൊണ്ട് CBI അന്വേഷിപ്പിച്ച് CBI-കാരെ കൊണ്ട് എന്നെ ചോദ്യം ചെയ്യിപ്പിച്ച് ഇനി CBI എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹമെങ്കിൽ ചെയ്തോ, ഒരു വിരോധമില്ല. വിദേശ വിനിമയ ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും ഇടപാടുകൾക്ക് കൃത്യമായ രേഖകളുണ്ടെന്നുമാണ് മണപ്പാട്ട് ഫൗണ്ടേഷൻ CEO അമീർ അഹമ്മദിന്റെ പ്രതികരണം. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് 20,000 പൗണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾ 1.1 കോടി രൂപ അവിടെ എല്ലാതും ചെലവാക്കിയിട്ടുണ്ട്. അതിൽ 20,000 പൗണ്ട് എന്റെ കണക്ഷനിലൂടെ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ള പണം അത് FCRA വന്നിരിക്കുന്നത്. ഞങ്ങൾ വേറെ രജിസ്റ്റേർഡ് ഏജൻസി ഇൻ FCRA. 1% വ്യത്യാസം ആരെങ്കിലും കാണിച്ചു തന്നെ ഐ എം റെഡി ടു ഡു എനിത്തിങ്. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അത് അത്രമാത്രം സുതാര്യമാണ്. ഇതിലൊക്കെ വെറും പുകമറ സൃഷ്ടിക്കാന്നുള്ള ഇതിൽ ദർ ഇസ് അബ്സല്യൂട്ട്ലി നത്തിങ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ അന്വേഷണത്തിൽ പ്രതിപക്ഷത്തിന് അങ്കലാപ്പെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ശബരിമലയിലേതുപോലെയുള്ള കൊള്ളയാണ് പുനർജനിയിലെ കൊള്ളയെന്ന് മന്ത്രി V ശിവൻകുട്ടിയും പ്രതികരിച്ചു. CBI അന്വേഷണ ശുപാർശയിൽ മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത്. 24 തിരുവനന്തപുരം. പുനർജനി കേസിൽ ആരെയും കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിയമപരമായ കാര്യങ്ങളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. കേസെടുത്ത് വേട്ടയാടുക എന്നത് UDF രീതിയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾ ആരെയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതല്ല അവരെ പരിപാടിയാണ്. പണ്ട് ലാവലിംഗ് കേസ് ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കൊണ്ടുവന്നിട്ട് CBIക്ക് വിട്ടതാണല്ലോ. അത് അവരെ പണിയാണ്. ആ പണിക്ക് ഞങ്ങളില്ല. ഞങ്ങൾക്ക് കൃത്യമായിട്ട് നിയമപരമായിട്ട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തോട്ടെ. ഞാനതാ പറഞ്ഞത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഗവൺമെൻറ് എന്ത് നിലപാടാണോ സ്വീകരിക്കുന്നത് അതാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. തൊണ്ടി മുതൽ തിരിമറിക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ആന്റണി രാജുവിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി വിജ്ഞാപനമിറക്കി നിയമസഭാ സെക്രട്ടേറിയറ്റ്. കോടതി വിധി വന്ന ജനുവരി 3 മുതൽ അയോഗ്യത പ്രാബല്യത്തിലാണെന്ന വിജ്ഞാപനത്തിൽ പറയുന്നു. തിരുവനന്തപുരം സീറ്റ് ഒഴിവ് വന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിയമസഭാ സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ. വാർഡ് കൗൺസിലർ ആകാനല്ല മത്സരിപ്പിച്ചതെന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തനിക്ക് മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ശ്രീലേഖ പറഞ്ഞു. പ്രതികരണം വിവാദമായതോടെ മാധ്യമങ്ങളെ പഴിചാരിയും ശ്രീലേഖ രംഗത്തെത്തി. പറഞ്ഞത് വെറും കൗൺസിലറായിട്ടല്ല മത്സരിപ്പിക്കുന്നത്, ഒരു BJP പാർട്ടിയുടെ മുഖമായിരിക്കും ഇപ്രാവശ്യം ഞാൻ, എല്ലാവരെയും വിജയിപ്പിച്ചെടുക്കണം, അതുപോലെ മേയറായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ഷൻ്റെ സമയത്തൊക്കെ അങ്ങനെ തന്നെ കേട്ടിരുന്നു. അതിനുശേഷം ഇങ്ങനെ മാറിയപ്പോൾ അതിനുള്ള കാരണം പാർട്ടിക്കുണ്ടായിരുന്നു എന്ന് തന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. തന്നെ മേയറാക്കാമെന്ന BJP നേതൃത്വം വാഗ്ദാനം നൽകിയിരുന്നെന്നും അവസാന നിമിഷം തീരുമാനം മാറിയെന്നുമാണ് ആർ ശ്രീലേഖ തുറന്നടിച്ചത്. പാർട്ടി പറഞ്ഞാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും പ്രതികരണം. പാർട്ടി ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല, എനിക്ക് താല്പര്യമില്ല. പ്രതികരണം വിവാദമായതോടെ മാധ്യമങ്ങളെ പഴിചാരി ശ്രീലേഖ രംഗത്തെത്തി. പുറകെ നടന്ന് ശല്യം ചെയ്ത മാധ്യമങ്ങൾ കള്ളക്കഥ പ്രചരിപ്പിക്കുന്നുവെന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപണം. ശ്രീലേഖയുടെ പ്രതികരണത്തിൽ ഒന്നും പറയാതെ മേയർ VV രാജേഷ് ഒഴിഞ്ഞുമാറി. അങ്ങനെ ചില വാർത്തകളൊന്നും പറയുന്നത് കേട്ടോ, എൻ്റെ ശ്രദ്ധയിൽ അത് കാര്യമായിട്ട് വന്നിട്ടില്ല. ശ്രീലേഖയുടെ തുറന്നു പറച്ചിലിൽ BJP നേതൃത്വം ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. വെനസ്വേലയിലെ അട്ടിമറിക്ക് പിന്നാലെ കൂടുതൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലഹരി നിർമ്മാണവും കടത്തും തടയാൻ കൊളംബിയ, ക്യൂബ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ സൈന്യത്തെ ഇറക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ അടിമകളായി കരുതുന്ന US നീക്കത്തിനെതിരെ ഒന്നിക്കണമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ആഹ്വാനം ചെയ്തു. വെനസ്വേലയിലെ അട്ടിമറിയിലും റാഞ്ചലിലും ഒന്നും അവസാനിപ്പിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയ്ക്ക് ഭീഷണിയായ പ്രശ്നക്കാരായ അയൽക്കാർ എന്ന് വിശേഷിപ്പിച്ചാണ് ട്രംപിന്റെ ഭീഷണി. വെനസ്വേലയിലെ അമേരിക്കൻ അട്ടിമറിയെ 3 രാജ്യങ്ങളും ശക്തമായി അപലപിച്ചിരുന്നു. കൊളംബിയയെ നയിക്കുന്നത് കൊക്കൈൻ നിർമ്മാണം ഇഷ്ടപ്പെടുന്ന രോഗിയായ ഒരാളാണെന്നും അയാൾ അത് അധികനാൾ ചെയ്യില്ലെന്നുമാണ് പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയ്ക്കെതിരെയുള്ള ട്രംപിന്റെ ഭീഷണി. ക്യൂബ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണെന്നും ക്യൂബൻ ജനതയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ്. മെക്സിക്കോ ഭരിക്കുന്നത് ലഹരി മാഫിയയാണെന്നും പ്രസിഡന്റ് ക്ലോഡിയ ഷീൻബോമിന് നിയന്ത്രണമില്ലെന്നുമാണ് ട്രംപിന്റെ വാദം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ അടിമകളായി കാണുന്ന സമീപനത്തിനെതിരെ ഒന്നിക്കണമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ആഹ്വാനം ചെയ്തു. അമേരിക്കയെ ധിക്കരിക്കുന്നത് തുടർന്നാൽ നിക്കോളാസ് മദുറോയുടെ ഗതി വരുമെന്നാണ് ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന് ട്രംപിന്റെ മുന്നറിയിപ്പ്. അതേസമയം US സേന റാഞ്ചിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും മാൻഹട്ടണിലെ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കും. അമേരിക്കൻ സൈനിക നടപടിയിൽ വെനസ്വേലയിൽ 32 ക്യൂബൻ പൗരന്മാർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ക്യൂബയിൽ 2 ദിവസത്തെ ദുഃഖാചരണത്തിന് ആഹ്വാനമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. നോക്കാം ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. വൈകിട്ട് 6 മണിവരെ 71,468 ഭക്തരാണ് സന്നിധാനത്തെത്തിയത്. മരക്കൂട്ടത്തും നടപ്പന്തലിലും നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ കടത്തിവിടുന്നത്. ഈ മാസം 14 നടക്കുന്ന മകരവിളക്കൊരുക്കങ്ങൾ വിലയിരുത്താൻ ശബരിമലയിൽ പ്രത്യേക യോഗം ചേരുന്നു. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.